പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ കർത്താവായ ഈശോ അനുഗ്രഹിച്ച് അനുവദിച്ചിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഒരു തീപ്പെട്ടിയും ഒരു ലാമ്പും, അതായിരുന്നു നമ്മുടെ അതിൻ്റെ തമ്പനയിൽ അഥവാ അതിൻ്റെ ഹെഡിങ്. അപ്പോൾ നമ്മളത് ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ടെഹ്റാൻ നഗരത്തിൽ നിന്നും ആളുകളോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ പറയുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞുകൊണ്ട് അവർ ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തൻ്റെ വാഹനവും എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് ബ്ലോക്കായി പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി അവർ ഒഴിഞ്ഞു പോയി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു മരുഭൂമിയിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു മലയുടെ താഴ്വാരത്ത് അവർ തമ്പടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യമുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവർ പെട്ടെന്ന് പോയിട്ട് അവർ കാറ് നിർത്തി ഒരു മലയുടെ എഴുവാരത്തി ടെഹ്റാനിൽ നിന്ന് കുറേ ദൂരെയാണ് പോയി അവർ തമ്പടിച്ചിരിക്കുന്നത്. കുറേ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് രാത്രി ആകുമ്പോൾ പഴയ തണുപ്പുണ്ട്, പകലാകുമ്പോൾ വലിയ ചൂടുണ്ട്. അപ്പോൾ എന്താണ് അവർക്ക് ആവശ്യം ആദ്യമായിട്ട് വരുന്നത്? പ്രിയപ്പെട്ട, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം, ഒരു ലാമ്പ് ഒരു തീ കത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്നേരം അവിടെ ഗ്യാസൊന്നും ഇല്ലല്ലോ, കറണ്ടിലൊന്നുമില്ല. അപ്പോൾ തീ കത്തിച്ച് അല്പം വെള്ളം ചൂടാക്കണമെങ്കിൽ ഒരു തീപ്പെട്ടി വേണം. വെള്ളം അല്പം എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഒരു ബക്കറ്റ് വേണം. പിന്നെ എന്ത് വേണം? അല്പം അരി നമ്മുടെ അടുത്ത് കരുതലുണ്ടായിരിക്കണം. പിന്നെ നമുക്കെന്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടാർപ്പ വേണം, ഒന്ന് വലിച്ചു കെട്ടാം. ഒരു കൂമ്പാരം പോയിട്ട് ഇങ്ങനെ കൂമ്പാരം പോലെ വലിച്ചു കെട്ടി കീഴേ കയറി കിടക്കണ്ടേ നമുക്ക്? അത് വേണ്ടേ? പിന്നെ ഒരു 2 ബക്കറ്റ്, ഒരു ചെറിയ 1-2 തുണികൾ, നമ്മുടെ നെയ്റ്റ് തുണികളോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ, അല്പം അരി. ഇത്രയാണ് നമുക്ക് കരുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഒരു തീപ്പെട്ടിയും ഒരു ലാമ്പും. അതോടനുബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുറച്ച് ടാർപ്പ വേണം, 2 ബക്കറ്റ്, അല്പം നെയ്റ്റ് ഡ്രസ്സ്, 2 ചെരുപ്പ്, അല്പം അരിയ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ബാക്കി ഒന്നും മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഈ 2 നില വാർക്ക് വീടുകൾ മനുഷ്യന് ആവശ്യമില്ല. ഈ വില കൂടിയ കാറുകൾ മനുഷ്യന് ആവശ്യമില്ല. ഈ മൊബൈൽ ഫോണുകൾ മനുഷ്യന് ആവശ്യമില്ല. ഈ ടെലിവിഷനുകൾ മനുഷ്യന് ആവശ്യമില്ല. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മനുഷ്യന് ആവശ്യമില്ല. ഈ വിദേശ ജോലികൾ മനുഷ്യന് ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് മനുഷ്യൻ, അതാണ് എസെക്കിയേൽ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, നിങ്ങളുടെ സ്വർണവും വെള്ളിയും നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുന്ന കാലം വരുന്നു. അത് എഴുതി വെച്ച വചനമുണ്ട്, നിങ്ങളുടെ സ്വർണവും വെള്ളിയും തെരുവിലേക്ക് വലിച്ചെറിയും. അങ്ങനെ എസെക്കിയേൽ പുസ്തകത്തിലൊരു വചനമുണ്ട്. ആ സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ കാറിൽ തൻ്റെ ഭാര്യയും മക്കളെയും കുറച്ച് തുണിയെല്ലാം വാരി കെട്ടി അവർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ 10,000 കോടി രൂപ ഇരിപ്പുണ്ട്, വണ്ടിക്കകത്ത് നിറച്ച് രൂപ ഇരിപ്പുണ്ട്. വല്ല കാര്യമുണ്ടോ? കഴുത്തെ നിറച്ച് സ്വർണ്ണങ്ങൾ തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? അല്പം ഒരു നേരത്തെ ആഹാരം, അല്പം അരിയ്, ഒരു തീപ്പെട്ടിയുണ്ട്, ഉരച്ചൊരു തീ കത്തിക്കാം, ഒരു ബക്കറ്റുണ്ട്, അല്പം വെള്ളം എടുത്തുകൊണ്ട് വരാം. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം പോലും ഇല്ല. അല്ലെങ്കിൽ അതെല്ലാം കൂടി കൂട്ടി ഒരു വണ്ടിയിൽ കൊണ്ടുപോയാലും മനുഷ്യന് എത്ര കൊണ്ടുപോകാൻ പറ്റും? ഇത് ഇന്നല്ലേ നാളെ നമ്മളെല്ലാവരും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ചിന്തിക്കും, അതാ യോർദാനിലല്ലേ, അത് ഇറാനിലല്ലേ, അത് ഗാസയിലല്ലേ? അല്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്കും ഇന്നല്ല നാളെ ആഗതമാകാൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. അത് എന്ത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? എസെക്കിയേൽ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിലേക്ക് ലോകം എത്തുകയാണ്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം അങ്ങോട്ട് പോവുകയാണ്. അതായത് ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെ നമ്മൾ കണക്ക് കൂട്ടാം. എസെക്കിയേൽ 39:9, അത് സംഭവിക്കുക തന്നെ ചെയ്യും, ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. പ്രിയപ്പെട്ട രീതി ഞാൻ മുമ്പ് തന്നിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ അങ്ങോട്ട് നടന്നെടുക്കുകയാണ്, ലോകം നടന്നെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ കമാൻഡോകൾ അഥവാ ഇസ്രായേൽ പട്ടാളക്കാരാണ്, അല്ലെങ്കിൽ അതിൻ്റെ മൊസാദോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിൽ 5 വയസ്സുള്ള കുഞ്ഞ്, ഒരു തോക്കെടുത്ത് പിടിക്കാൻ കെൽപ്പുള്ള കുഞ്ഞു മുതൽ അതിന് മേലേക്കുള്ള വൃദ്ധൻ, മരിക്കാറായിരിക്കുന്ന വൃദ്ധനും വരെ എല്ലാ മനുഷ്യരും, ഇസ്രായേലിൽ എത്ര പേരുണ്ടോ, 1 കോടി ജനമുണ്ട്, 1 കോടി ജനവും തൻ്റെ ആയുധങ്ങളെടുത്ത് ഈ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യുമെന്ന്
കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 3000 വർഷങ്ങൾക്ക് കൊണ്ട് എസ്കേൽ പ്രവചനം കർത്താവ് പിതാവായ ദൈവം എഴുതി വെച്ച് കൊടുത്തിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് ദുരിതങ്ങൾ വരും, ദുരന്തങ്ങൾ വരും, നിങ്ങളെ ആക്രമിക്കുക, നിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എതിർ ശക്തിയുടെ ചിന്തകളും താല്പര്യവും. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്നാണ് എല്ലാ മനുഷ്യരുടെയും, മറ്റു പല മനുഷ്യരുടെയും, എല്ലാ മനുഷ്യരെയും പറയുന്നില്ല, ചില ഇസ്രായേലിനെ വെറുക്കുന്ന രാഷ്ട്രങ്ങളുടെ ആവശ്യം. അതിൻ്റെ കാരണം ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് ഇന്ന് കത്തോലിക്ക സഭയുണ്ടായത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ഉണ്ടായത്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ് സത്യം, നീതി, നിയമങ്ങൾ, മാനുഷികത, സ്നേഹം, സഭകൾ, കൂദാശകൾ, വിവാഹം, കുടുംബം എല്ലാം ഉണ്ടായത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. ഇന്ന് ലോകം കാണുന്ന ഈ സംവിധാനങ്ങൾ ഉണ്ടായത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആധുനിക യന്ത്രങ്ങളും ഉണ്ടായത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതെങ്ങായാൽ അവൻ്റെ എല്ലാ ടെക്നോളജി നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് എനിക്ക് മാറാം എന്നുള്ളൊരു ചിന്തയാണ് ചില രാഷ്ട്രങ്ങളെയൊക്കെ അവനെ ഇസ്രായേലിനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കാനുള്ള കാരണം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നമ്മൾ നടന്നെടുക്കുന്നത്, ലോകം എത്തിപ്പെടുന്നത് എങ്ങോട്ടാണ്? അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 7 വർഷത്തെ യുദ്ധം ശരിക്കും ആരംഭിക്കുന്നത് 2027 2027 ആഗോള യുദ്ധമായിട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള ഈ യുദ്ധമൊന്നും യുദ്ധമല്ല പ്രിയപ്പെട്ടവർ, ഇതൊന്നും യുദ്ധമല്ല. ഇതൊക്കെ ചെറിയ ചെറിയ സംഘർഷങ്ങൾ, ചെറിയ ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. ആ സമയത്ത് എന്താണ് സംഭവിക്കുക? ആ സമയത്ത് ഈ 2027 എന്താണ് സംഭവിക്കുന്നതെന്ന് അത് സക്രിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് പിതാവായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളിച്ചെന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിര പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാ ഭവനത്തെ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേമിനെ നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈനികരുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതെല്ലാം ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ആഗോള യുദ്ധമൊന്നും ആരംഭിച്ചിട്ടില്ല, ഇതൊന്നും അല്ല ആഗോള യുദ്ധം. അപ്പോൾ നമ്മുടെ ഇന്ത്യ സർക്കാർ നമ്മോട് പറഞ്ഞ പോലെ നാളെ 4 മണിക്ക് എല്ലാവർക്കും മോക്ക് ഡ്രിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഓഫീസിൽ നിന്ന് പുറത്ത് വന്ന് ഡ്രില്ലിൽ പങ്കെടുത്ത് പരിശീലനം നേടണം. യുദ്ധം മിസൈലിൽ വരുമ്പോൾ എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് കിടക്കേണ്ടത് എന്നൊക്കെ പരിശീലനം നേടുന്നൊക്കെ പറഞ്ഞ മോക്ക് ഡ്രില്ലുകളൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. പിള്ളേർ ഒന്നും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു തിരിയും, ഒരു മെഴുകുതിരി, ഒരു തീപ്പെട്ടി, ഒരു ലാമ്പ്. മഴക്കാലമാണെങ്കിൽ തീപ്പെട്ടി കത്തുകയില്ല. വേനൽക്കാലമാണെങ്കിൽ ലാമ്പ് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്, മഴക്കാലത്ത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. ഒരു തിരി, വെളിച്ചം വേണ്ടേ, ഒരു തിരി വേണ്ടേ? അപ്പോൾ ഇതൊക്കെ കരുതി വെച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ. എല്ലാ വീടുകളിലും ഇതൊക്കെ കരുതിയിരിക്കേണ്ട സമയങ്ങൾ ആയി. പക്ഷേ ഇതുപോലെ മുന്നറിയിപ്പ് തന്ന് നിങ്ങളെ ഒരുക്കാൻ ഇന്ന് കേരള സഭയിലോ ഭാരതസഭയിലോ ആഗോള സഭയിലോ അല്ലെങ്കിൽ മറ്റു മതപ്രഭാഷണ സംഭവങ്ങളിലൊന്നും ആരും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കുക പ്രിയപ്പെട്ടവരെ. ഗാസ നിവാസികളോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവരെന്തെടുത്തുകൊണ്ടാണ് ഓടിയത്? ഇപ്പോൾ ടെഹ്റാനിലുള്ളവർ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവരെന്താണ് എടുത്തുകൊണ്ട് പോകുന്നത്? പക്ഷെ നമുക്കൊരു ധാരണ വേണം. നമ്മുടെ വീടുകളിൽ ആഗോള യുദ്ധം തുടങ്ങുന്ന സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ എസ്കേൽ പ്രവചന പുസ്തകം 39-ാം അധ്യായം 9-ാം തിരുവചനം, സക്രിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ്. അങ്ങനെ നടന്നെടുത്തുകൊണ്ട് ആഗോള യുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് തുടങ്ങുമ്പോൾ ഇതെല്ലാം മനുഷ്യന് ആവശ്യമായി വരും. ഒരുപക്ഷെ നമ്മുടെ വീടുകളൊക്കെ നമുക്ക് നഷ്ടമാകും. നമ്മുടെ വീടുകളിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. വാർക്ക കെട്ടിടങ്ങൾ വൈബ്രേഷൻ കൊണ്ട്, ഭൂമിയുടെ വൈബ്രേഷൻ കൊണ്ട് ഉരുണ്ടി തലയിൽ ചാടും. അങ്ങനെ കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ പെട്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ മരിക്കും. ഇതൊക്കെ നാം ഉണ്ടാക്കി വെച്ചത് മുഴുവൻ നമുക്കെതിരെ തിരിയുന്ന കാലം വരും. അത് അധിക സമയമില്ല. 2027, 2030 കാലഘട്ടം, 2033 കാലഘട്ടങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, യുഗാന്ത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച് ഈ ലോകത്തുനിന്ന് കടന്നുപോയി നിത്യജീവൻ എന്ന പരമസത്യത്തെ, പരമയാഥാർത്ഥ്യത്തെ, മരിച്ചവരുടെ ഉയർപ്പ് എന്ന പരമയാഥാർത്ഥ്യത്തെ നമുക്കിപ്പോൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നമ്മളിപ്പോൾ അത് ഗ്രഹിച്ചില്ലെങ്കിലും, നമ്മുടെ മുമ്പിൽ ഈ സംഭവം, നാം മരിക്കുമെങ്കിൽ നിശ്ചയം നമ്മുടെ മുമ്പിൽ ഈ ഉയർപ്പും വരുമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ആത്മാവിൽ
വലിയ രൂപാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ട് മരിച്ചാലും യേശുവിൻ്റെ കൂടെ, ജീവിച്ചാലും യേശുവിൻ്റെ കൂടെ എന്ന രീതിയിൽ നമുക്കായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനായിട്ട് ആത്മശരീരങ്ങളുടെ വിശുദ്ധി നമുക്ക് എങ്ങനെയൊക്കെ നേടാമോ അങ്ങനെയൊക്കെ നേടിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈറ്റുനോവും അതിൻ്റെ പ്രസവവേദനകളും അതിൻ്റെ അസ്വസ്ഥതകളും ലോകത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഇത് ശാന്തമായിട്ട് എല്ലാം ഒരു സമാധാനമായിട്ട് വീണ്ടും നമുക്ക് അക്കരയ്ക്ക് പോവാം, വീണ്ടും നമുക്ക് കാനഡയ്ക്ക് പോവാം, വീണ്ടും അമേരിക്കയിൽ പോവാം, വീണ്ടും ഒരു 2 നില വെക്കാമെന്ന് ആരും ചിന്തിച്ചേക്കരുത്. ആ ചിന്ത തെറ്റാണ്. ഇനി മുതൽ ആ ചിന്ത നമുക്ക് വേണ്ട. ഇനിയുള്ള നമുക്ക് വേണ്ടത് യേശുവിൻ്റെ കൂടെ എങ്ങനെയായിരിക്കാം. തൻ്റെ ജോലികളൊക്കെ രാജിവെച്ച് തൻ്റെ ആസ്ഥാനത്ത് നിന്ന് പിന്തിരിഞ്ഞ് നമ്മുടെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ മാതാപിതാക്കന്മാരോടൊപ്പം, അല്ലെങ്കിൽ നമുക്ക് കൃഷി സ്ഥലമായിട്ട് കിട്ടിയ സ്ഥലത്തിൽ അല്പം ഒരു കുഞ്ഞു മാടം പോലെ കെട്ടുമൊക്കെ ഉണ്ടാക്കി ഒരു ചാപ്പ പോലെയൊക്കെ കെട്ടി അതിനകത്തായിരിക്കുക. അങ്ങനെ ആയിരുന്നുകൊണ്ട് നമ്മൾ കൃഷികളുണ്ടാക്കി അല്പം ജീവനെ നിലനിർത്താൻ അല്പം കൃഷിയുമായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുക. ആ ചിന്തയാണ് നമ്മൾ വളരേണ്ടത്. അല്ലാതെ ഇനിയൊരു മാളിക വീട്, ഇനിയൊരു കാറ്, ഇനിയൊരു നല്ല ജീവിതം, ഇനിയൊരു ഭാഷാ പഠനം, ഇനി ഫ്രഞ്ച് ഭാഷ, ഇറ്റലി ഭാഷ, ജർമ്മൻ ഭാഷ, അത് പഠിച്ച് അക്കരയ്ക്ക് ഇക്കരയ്ക്കെന്നുള്ള ചിന്തയൊക്കെ വെടിയേണ്ട സമയമായി. അല്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ഇതാ ചൂണ്ടിക്കാണിക്കുന്നു. ടെഹ്റാനിൽ നിന്നും 10,000 ഇന്ത്യൻ പൗരന്മാരെ ഇതാ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഗാസയിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്താണ്? നമ്മളൊക്കെ അവിടെ കയറിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്ക് അതൊക്കെ വേണ്ട എന്ന് തോന്നുന്ന സമയമാണ് ഇത്. ഇപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നവർക്ക് ഇതൊന്നും വേണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയാൽ മതിയായിരുന്നു, വല്ലയിടത്തും കിടന്നോളാമായിരുന്നേ എൻ്റെ ഈശോയെ എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോവുകയല്ല വേണ്ടത്, നമ്മൾ ക്രിസ്തുവിന് കൂടിയായിരിക്കുക. ചെറിയ ഭക്ഷണം, ചെറിയ ആഹാരം, ചെറിയ വീട്, ചെറിയ ജീവിതം, ആ എളിമയുടെ തലത്തിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശു വരുമ്പോൾ ആ കൂടെ പോകാൻ സാധിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.